ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എം.ടി. വാസുദേവൻ നായരുടെ എക്കാലത്തെയും മികച്ച തിരക്കഥ എന്ന് വിലയിരുത്തപ്പെടുന്ന മമ്മൂട്ടി നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിലെത്തി അന്നും ഇന്നും എന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സുകളിൽ ചന്തു എന്ന വടക്കൻ വീരകഥാപാത്രം വീണ്ടും 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തുകയാണ്. 4K റീമാസ്റ്റർ പതിപ്പിന്റെ ടീസർ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപി, ക്യാപ്റ്റൻ രാജു, ബാലങ്കെ നായർ, മാധവി, ഗീത എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. മമ്മൂട്ടിക്ക് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ കൂടിയാണ് ഒരു വടക്കൻ വീരകഥ. മികച്ച തിരക്കഥയ്ക്ക് എം.ടി. വാസുദേവൻ നായർക്കും മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ, മികച്ച കോസ്റ്റ്യൂം എന്നിങ്ങനെ 4 പുരസ്കാരങ്ങളാണ് അന്ന് ഒരു വടക്കൻ വീരകഥ സ്വന്തമാക്കിയത്. അതേസമയം ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന താരങ്ങളായി അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബോഗൻവില്ല. ലിജോ ജോസ്, അമൽ നീരദ് എന്നിവർ ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ജ്യോതിർമയി, ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾ. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിംഗ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 6 മണിക്കാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യപ്പെടുന്നത്. ഇന്നലെ ഈ ചിത്രത്തിന്റെ സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് പുറത്തു വന്നിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. അതേസമയം ഈ ചിത്രത്തിലെ 3 ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ഡേവിഡ് കോശി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഫഹദ് ഫാസിലാണ്. ചിത്രത്തിലെ റോയ്സ് തോമസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കുഞ്ചാക്കോ ബോബനുമാണ്. റീതു എന്ന കഥാപാത്രത്തെയാണ് ജ്യോതിർമയി അവതരിപ്പിക്കുന്നത്. രജനീകാന്ത് നായകനായി TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് വേട്ടയ്യൻ. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ സിനിമയിൽ അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, റാണ ദഗപതി, മഞ്ജു വാര്യർ, രിതിക സിംഗ്, തുഷാര വിജയൻ, അഭിരാമി എന്നിങ്ങനെ വലിയൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. ലോകമെമ്പാടുമായി അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഗോകുലം മൂവീസ് ആണ്. കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ നിലവിൽ 1,20,00,000 മുകളിൽ കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വേൾഡ് വൈഡ് അഡ്വാൻസ് ബുക്കിംഗായി ഇന്നലെ വരെ 34 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ ഏറ്റവും ഒടുവിൽ വരുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 42 കോടിക്ക് മുകളിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഓണർ റിലീസായി തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന മലയാള സിനിമയാണ് ARM. ടോവിനോ തോമസ് നായകനായി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് 2D 3D ഫോർമാറ്റിൽ പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 25 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരുന്നത് 58 കോടി 10 ലക്ഷം രൂപയായിരുന്നു. 26-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി 60 ലക്ഷത്തിന് മുകളിലാണ് കളക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ആദ്യ 26 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 58 കോടി 70 ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമ 27-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലേക്ക് വരുമ്പോൾ ഇന്നും 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 27 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 59 കോടി 20 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ 60 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമ ആദ്യ 25 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 96 കോടിക്ക് മുകളിലായിരുന്നു. 27 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 97 കോടിക്ക് മുകളിലാണ്. വരുന്ന ഏതാനും ദിവസങ്ങളിൽ തന്നെ ഈ സിനിമ 100 കോടി ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓണർ റിലീസായി തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത മറ്റൊരു സിനിമ കിഷ്കിന്ദ കാണ്ഡമാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് ദിൻജിത്ത് അയ്യത്തൻ സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ 25 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 39 കോടിയോളം രൂപയാണ്. 26-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 30 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത്. 27-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25 ലക്ഷത്തിന് മുകളിലാണ്. അങ്ങനെ ആദ്യ 27 ദിവസം കൊണ്ട് 39 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 25 ദിവസം കൊണ്ട് 73 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്യുന്നത്. നിലവിൽ 27 ദിവസം കൊണ്ട് 74-74.5 കോടി റേഞ്ചിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ ഫൈനൽ കളക്ഷനായി 75 കോടിക്ക് മുകളിൽ ഉറപ്പാക്കിയിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.